നിനക്ക് സൗന്ദര്യം തന്ന ദൈവം, നിനക്ക് ആരോഗ്യം തന്ന ദൈവം, നിനക്ക് ബുദ്ധി തന്ന ദൈവം, നിനക്ക് പണം തന്ന ദൈവം തന്നുപോയല്ലോ എന്നോർത്ത് ദുഃഖിക്കാനിട വരരുത്. മക്കളെ, ദുഃഖിക്കരുത്. ദൈവം സത്യത്തിൽ ഈ പെന്തക്കോസുകാരന് പണം കൊടുത്ത് ദൈവം ദുഃഖിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അത് പറയാം, വിശ്വസിക്കുന്നവനാ ഞാൻ. അല്ല ഇത്രയും കേസ് വരുമോ? അല്ല ഇത്രയും അഹങ്കാരം കാണിക്കൂ? തൊടുന്നതിനും പിടിക്കുന്നതിനും കേസാ. ഇവിടെ പട്ടിണി കിടന്ന നാളില്, മുടുതുണിക്കും മറുതുണിയില്ലാഞ്ഞ നാളില് നെടുമ്പാട് വീണ് കരഞ്ഞ് നിന്റെ അപ്പനും അമ്മയും തമ്പുരാൻ കണ്ണുനീര് കണ്ട് വഴികൾ തുറന്നു, ഉറവകൾ തുറന്നു, സ്ഥിതി മാറ്റി, നന്മ നൽകിയപ്പം തമ്പുരാൻ തന്ന നന്മ കൊണ്ട് വക്കീലിന് കൊടുക്കുക. നീ സ്വോത്രം പറയാതിരിക്കുക എന്റെ പ്രശ്നമേ അല്ല. ഇതിന്റെ പേര് അഹങ്കാരം. എത്ര കേസാ! ദൈവം നിന്നെ ഉപയോഗിക്കും തോറും കാൽപാദത്തിൽ വീണോണം. ഉയർച്ച കൂടുന്തോറും കസേരയുടെ വലിപ്പത്തിലോട്ട് പകളിപ്പിടിച്ച് കയറുകയല്ല വേണ്ടത്, നെടുമ്പാട് വീണോണം. പണ്ട് ഞാൻ വന്നപ്പോൾ 10-20 വർഷം വന്നപ്പോൾ ഈ കസേരയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കുത്തിയിരുന്ന് കരയുന്നവരെയാ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ചാരിയിരുന്ന് ഉറങ്ങുന്നവരെയാ കൂടുതൽ കാണുന്നത്. ദൈവം നിന്നെ ഉയർത്തും തോറും അവൻ്റെ കാൽപാദത്തിൽ വീണോണം. സ്തോത്രം കുറയരുത്, ഹല്ലേലൂയ കുറയരുത്, കണ്ണുനീര് കുറയരുത്, കയ്യടി കുറയരുത്. ശക്തിയോടെ കരമടിച്ചാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ പറ, എന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത്. ഹല്ലേലൂയ.